ജില്ലയിലും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകുവാനാണ് ആഗ്രഹം. അതിനാൽ തന്നെ +2വിന് ശേഷം വിദേശ ജോലിക്ക് സാധ്യതയേറിയ കോഴ്സുകൾ പഠിക്കുവാൻ അന്യസംസ്ഥാനങ്ങളിലേക്കാണ് വിദ്യാർത്ഥികളുടെ ഒഴുക്ക്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും ജനറൽ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിക്കുവാനായി തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. +2 വരെ സംസ്ഥാനത്ത് പഠിക്കുകയും തുടർന്ന് അന്യസംസ്ഥാനത്തേക്ക് ഉപരിപഠനത്തിനായി പോവുകയും ചെയ്യുന്ന ട്രെൻഡിന് ഇടുക്കിയിലും മാറ്റമൊന്നുമില്ല. വിദേശ ജോലിയാണ് വിദ്യാർത്ഥികളുടെയെല്ലാം ലക്ഷ്യം. ജനറൽ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്കാണ് ആവശ്യക്കാർ ഏറെയും. ഇതിനാൽ തന്നെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ കൺസൾട്ടൻസികളിലേക്കായി നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്ത് ഒരുപാട് സ്കോപ്പുള്ള ഒരു ഫീൽഡാണല്ലോ നഴ്സിംഗ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല കോളേജിൽ തന്നെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ഡിഗ്രി കോഴ്സുകളെക്കാൾ കുട്ടികൾക്ക് ഇപ്പോൾ താല്പര്യം തൊഴിലധിഷ്ഠിത കോഴ്സുകളോടാണെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും പറയുന്നു. കോവിഡിന് ശേഷം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു കൊറോണയ്ക്ക് ശേഷം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്താണ് കൂടുതലായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് നഴ്സിംഗ് കോഴ്സിനോടുള്ള കുട്ടികളുടെ വലിയ താല്പര്യമാണ്. നേരത്തെയൊക്കെ പെൺകുട്ടികൾ മാത്രമാണ് നഴ്സിംഗ് കോഴ്സിന് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളും അത്തരത്തിൽ നഴ്സിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കുകയും തങ്ങളുടെ ജീവിതം സേഫ് ആക്കാനായിട്ട് നഴ്സിംഗ് പഠിച്ച് അന്യ സംസ്ഥാനത്തോ അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തോ നഴ്സിംഗ് പഠിച്ച് വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോകാം എന്നൊരു സ്വപ്നത്തോടെ ആ കോഴ്സിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ആ ഒരു മെഡിക്കൽ മേഖലയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയുമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും കുട്ടികൾക്ക് പ്രചോദനമാകുന്നുണ്ട്. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് GNM ആയിരുന്നു, ജനറൽ നേഴ്സിംഗ്. അപ്പം ഈ കാലത്ത് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് നേഴ്സിംഗ് തന്നെയാണ്. കാരണം എൻ്റെ കസിൻസ് 2-3 പേര് നേഴ്സിംഗ് പഠിച്ച് വിദേശത്ത് ജോലി നോക്കുന്നുണ്ട്. അവരെ എന്നോട് പറഞ്ഞത് ഈ നേഴ്സിംഗ് എടുത്തോ, നിനക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ജോലി സാധ്യത ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ നേഴ്സിംഗ് എടുക്കാൻ. എന്താണെങ്കിലും മികച്ച വിദ്യാഭ്യാസ സാഹചര്യം സംസ്ഥാനത്തുണ്ടെങ്കിലും അന്യ സംസ്ഥാനത്തേക്ക് ഉപരിപഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.